2004 ദി ടെർമിനൽ സിനിമ പുറത്തിറങ്ങുന്നത്. വിക്ടർ നവോസ്കി എന്ന വിനോദസഞ്ചാരി തന്റെ രാജ്യത്തെ ആഭ്യന്തര കലാപം മൂലം പാസ്പോർട്ട് അസാധുവാകുകയും രാഷ്ട്രീയ സാഹചര്യം പരിഹരിക്കപ്പെടുന്നതുവരെ വിമാനത്താവളത്തിൽ താമസിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നതായിരുന്നു ആ സിനിമ. എന്നാൽ മെഹ്റാൻ കരീമിയുടെ ജീവിതം കുറച്ചുകൂടി ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞതാണ്. നിയമപരമായ യാത്രാരേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ 1988 മുതൽ 2006 വരെ നസീരി വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിലായിരുന്നു കഴിച്ചുകൂട്ടിയത്. ടെർമിനലിന്റെ ഒരു മൂലയിൽ ചുവന്നൊരു പ്ലാസ്റ്റിക് ബെഞ്ചിലായിരുന്നു 18 വർഷക്കാലത്തെ ഇരിപ്പും ഉറക്കവുമെല്ലാം. അതിനു ചുറ്റും എപ്പോഴും പത്രങ്ങളും മാഗസിനും നിറച്ച ബോക്സുകളും ഉണ്ടായിരുന്നു. അവിടെ അയാൾ വായിച്ചും എഴുതിയും ഇക്കണോമിക്സ് പഠിച്ചുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഷാർൽ ഡി ഗോൾ വിമാനത്താവളത്തിലെ ഒരു ചെറിയ സെലിബ്രിറ്റി ആയിരുന്നു ശരിക്കും മെഹ്റാൻ കരീമി നസീരി. ലോർഡ് ആൽഫ്രഡ് എന്നായിരുന്നു വിമാനത്താവളത്തിലെ ജീവനക്കാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. 1945 അന്ന് ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്ന സൊലൈമാൻ പ്രവിശ്യയിലായിരുന്നു മെഹ്റാൻ നസീരിയുടെ ജനനം. 29ാമത്തെ വയസ്സിൽ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. പക്ഷേ തിരിച്ചെത്തിയ അദ്ദേഹത്തെ ഷാ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചുവെന്ന് ആരോപിച്ച് നാടുകടത്തി. പാസ്പോർട്ട് ഇല്ലാതെ ആയിരുന്നു ആ നാടുകടത്തൽ. UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അഭയം തേടിയെങ്കിലും അത് ലഭിച്ചില്ല. ഒടുവിൽ ബെൽജിയത്തിലെ UN അഭയാർത്ഥി ഏജൻസി അദ്ദേഹത്തിന് അഭയാർത്ഥി സർട്ടിഫിക്കറ്റുകൾ നൽകി. പക്ഷെ അവിടെയും മെഹ്റാൻ നസീരിയെ കാത്തിരുന്നത് മറ്റൊരു തിരിച്ചടിയായിരുന്നു. അഭയാർത്ഥി സർട്ടിഫിക്കറ്റ് അടങ്ങിയ നസീരിയുടെ ബ്രീഫ് കേസ് പാരീസ് ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് മോഷ്ടിക്കപ്പെട്ടു. രേഖകളൊന്നുമില്ലാതെ നടന്ന അദ്ദേഹത്തെ ഫ്രഞ്ച് പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഔദ്യോഗിക രേഖകളൊന്നും ഇല്ലാത്തതിനാൽ എവിടേക്കും നാടു കടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഒടുവിൽ 1988 ഓഗസ്റ്റിൽ അദ്ദേഹം ഷാർൽ ഡി ഗോൾ വിമാനത്താവളത്തിൽ എത്തുന്നത്. അതിജീവിക്കാൻ തന്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുകയല്ലാതെ കരീമിക്ക് മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. വിമാനത്താവളത്തിലെ ഡിപ്പാച്ചർ ലോഞ്ചിൽ ഒരിടം താൽക്കാലിക വാസസ്ഥലമാക്കി ആ ചുവന്ന ബെഞ്ചിൽ ഉറങ്ങി. ഭക്ഷണത്തിനും പണത്തിനുമായി വിമാനത്താവള ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ഔദാര്യത്തെ ആശ്രയിച്ചു.